ഇപ്പോൾ നമ്മൾ ഒരു ആളിനെ കണ്ടു. ആൾ വന്നിട്ട് ഒരു എക്സ്ട്രീം കേസ് ഓഫ് ഡിപ്രഷനാണ്. പലപ്പോഴും ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം വളരെ കുറച്ച് ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ബട്ട് അത് ലോകം മുഴുവനും ഇപ്പോൾ പല ആൾക്കാർക്കും ഡിപ്രഷൻ വന്നിട്ട് ഉണ്ടെന്ന് പറയുന്നത്. ഒരു പഠനം നടത്തിയത് WHO പഠനം എന്താ പറയണമെന്ന് വെച്ചാൽ ഒരു 30 മില്യൺ ആൾക്കാർ വന്നിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കൊണ്ടു നടക്കണമെന്ന് പറയുന്നത്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയോ അല്ലെങ്കിൽ ആൾക്കാർ സംസാരിക്കാതെയോ കറക്റ്റായിട്ടുള്ള ഒരു ഡിപ്രഷന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാതെ അവർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കൊണ്ടു നടക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ വന്നു, ഇപ്പോൾ ലോകം മുഴുവനും ഒരു രോഗം വന്നു, COVID-19. ഓക്കെ, അതൊരു പാൻഡമിക്കാണ്, ലോകം മുഴുവൻ വന്നു. പാൻഡമിക് വന്നതിന് ശേഷം പല ആൾക്കാർ മരിച്ചു. ഓക്കെ, ആ മരണം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. കുറേ 2-3 മാസങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ കോവിഡ് സംബന്ധിച്ച് പല ആൾക്കാർക്ക് ബിസിനസ് നഷ്ടപ്പെട്ടു, പല ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. മരണം സംഭവിച്ചത് ഇനിയൊരു ഭാഗമാണ്. അത് കൂടാതെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ പല കാരണങ്ങളായിട്ട് ഡിപ്രഷൻ വരാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ കുറേ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ, വേറെ പണിക്കും ജോലിക്കും ഒന്നും പോവാതെ തന്നെ ഇരുന്നപ്പോൾ, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഒരു ഒബീസിറ്റി എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അതായത് ശരീരം വ്യായാമം ഇല്ല, അല്ലെങ്കിൽ നടന്നില്ല, അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് വേറെ ഒന്നും ചെയ്യാത്ത കാരണം ഒബീസിറ്റിയും ഒരു കൂടി വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇപ്പോൾ COVID-19 വരുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് തന്നെ ഒരു ഒബീസിറ്റി ഒരു എന്താ പറയുക, ഒബീസിറ്റി ഒരു പ്രിവാലൻസ് കൂടി എന്ന് പറയും. ലോകം മുഴുവനും എല്ലാവർക്കും ഒബീസിറ്റി കൂടി. എന്താ വെച്ചാൽ പണ്ടത്തെ ആൾക്കാരെ പോലെ ഇപ്പോൾ ആൾക്കാർ ആരും വ്യായാമം ചെയ്യുന്നില്ല, അതേപോലെ ഭക്ഷണ രീതികൾ മാറി, അതുകൊണ്ട് ഒബീസിറ്റി വന്നു. ഈ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് ഡിപ്രഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ ഡിപ്രഷൻ വന്ന ആൾക്കാർക്ക് ഈ ഒബീസിറ്റി വരും. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒബീസിറ്റി മാത്രമല്ല, ഇപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാരായാലും, ഷുഗർ വന്ന ആൾക്കാരായാലും, ഇല്ലെങ്കിൽ ക്യാൻസർ വന്ന ആൾക്കാരായാലും, ഇവർക്ക് വന്നിട്ട് ഡിപ്രഷൻ വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ ഡിപ്രഷൻ വന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും, ഇങ്ങനത്തെ രോഗങ്ങൾ വരാനും ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ വേറെ കുറേ എന്തൊക്കെയാണ് കാരണങ്ങളുള്ളത്? എന്തൊക്കെ കാരണങ്ങൾ ഡിപ്രഷൻ വരാനാണ്? ഇപ്പോൾ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. ഇപ്പോൾ COVID-19 വന്നിട്ട് പല ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒരു മരണം വീട്ടിൽ സംഭവിക്കുമ്പോൾ അത് കാരണം, അപ്പോൾ ആൾ വീട്ടിലത്തെ ഒരു എന്താ പറയുക, ബ്രെഡ് വിന്നർ ആയിരിക്കും, പൈസ ആൾ മുതലായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ വീടിനുള്ള ഇൻകം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ ഫാമിലി മൊത്തമുള്ള ആൾക്കാർക്ക് ഒരു എക്കണോമിക് സ്ട്രെസ്സും വരുന്നു, അതുപോലെ ഡിപ്രഷനും വരുന്നുണ്ട്. അതുപോലെ മരണം മാത്രമല്ല, ഡിവോഴ്സ് ഇപ്പോൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡിവോഴ്സ് കാരണം ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡിപ്രഷൻ വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ ചില ആൾക്കാർ ജോലിക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്നു, പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്തിൻ്റെ ഒരു ചേഞ്ച് കാരണം ഇപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റേഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ആ സ്ഥലമായിട്ട് പൊരുന്തിപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ ട്രാൻസിഷൻ ഫേസിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഡിപ്രഷൻ വരുന്നതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതേപോലെ നമ്മളിത് നോർമൽ ആൾക്കാരിൽ ഇതേപോലെ ഡിപ്രഷൻ വരുന്നുണ്ട്. അതേപോലെ സെലിബ്രിറ്റീസ്, വലിയ ആൾക്കാർ, ഇപ്പോൾ എല്ലാവരും ലോകം മുഴുവനും അറിയുന്ന ആൾക്കാർ, അവർ തമ്മിലും ഡിപ്രഷൻ വന്നിട്ടുണ്ട്. പല ആൾക്കാരും അവർ ഡിപ്രഷൻ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പുറത്ത് വന്നിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ
ചില ആൾക്കാർ നമ്മൾ എക്സ്ട്രീം ഡിസിഷൻ എടുക്കും. അതായത് സൂസൈഡ് വരെ പോയിട്ട്, നമ്മുടെ സെലിബ്രിറ്റീസ് വരെ പോയിട്ടുണ്ട് സൂസൈഡ്. ഇപ്പോൾ ഒരു ബോളിവുഡ് ആക്ടർ നമ്മൾ നഷ്ടപ്പെട്ടു, അതേപോലെ ഒരു ഡോക്ടേഴ്സ് നഷ്ടപ്പെട്ടു, ഒരു ഓർത്തോപീഡിഷ്യൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രീം ഡിസിഷനും ജീവിതത്തിൽ എടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മളെ നോർമൽ ആൾക്കാർ മാത്രമല്ല, വലിയ വലിയ ആൾക്കാരും ഇതുപോലെ എക്സ്ട്രീം ഡിസിഷൻ എടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ എക്സ്ട്രീം ഡിസിഷൻ എടുക്കാണ്ട് ഇടയിൽ ചില ആൾക്കാർ വേറെ ഡിസിഷൻ, വേറെ ഡയറക്ഷനിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ആ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ചില ആൾക്കാർ ആൽക്കഹോളിന്, ഡിപ്രഷനുള്ള ആൾക്കാർ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ തുടങ്ങും, ഇല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആൾക്കാർ ആ രീതിയിലേക്കും, ഈ ഡിപ്രഷൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ വേറെ രീതിയിലേക്ക് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, വേൾഡ് ഹെൽത്ത് ഡേ, അതായത് വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ WHO പ്രഖ്യാപിച്ചിട്ട് 2017 തീം എന്തായിരുന്നു? ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക് എന്നായിരുന്നു തീം. ഓക്കെ, ആ തീം എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്? ഡിപ്രഷൻ സംസാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമാണ് ഡിപ്രഷൻ. നമ്മൾ ഒരാളായിട്ട് നന്നായിട്ട് സംസാരിച്ച് ആൾക്ക് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, അപ്പോൾ അവർക്ക് നമ്മൾ സംസാരിച്ച പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണങ്ങൾ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കണം, എന്താണ് കാരണം, എന്താണ് ആൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം, ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് വന്നിട്ട് സംസാരിച്ചാൽ തന്നെ മാറുന്ന ഒരു കാര്യം തന്നെയാണ് ഡിപ്രഷൻ. നമ്മൾ മാക്സിമം സംസാരിച്ചാൽ മതി എന്നാണ് ഈ WHO പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ തമ്മിൽ സംസാരിക്കുന്നത് കുറഞ്ഞു. ഇപ്പോൾ മൊബൈൽ ഫോൺസ് വന്നു, പിന്നെ ലാപ്ടോപ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്ത് എല്ലാവരും ഇൻഡിവിജ്വലായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കുറഞ്ഞു. അപ്പോൾ ഇത് സംസാരിച്ചാൽ തന്നെ മാറും തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക്. പലപ്പോഴും ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്രഷൻ ഒരു വലിയൊരു സൈക്കാട്രിക് ഇൽനെസ്സാണ്, ഒരു വലിയൊരു രോഗമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അതല്ല സത്യം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ നോർമലായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഡിപ്രഷൻ വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് വരെ ഡിപ്രഷൻ കാണാറുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനിച്ച കുട്ടിക്ക് അതുപോലെ ഉണ്ടാവാറുണ്ട്. അതുപോലെ കുറച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അക്കാഡമിക് സ്ട്രെസ്സോ ഇല്ലെങ്കിൽ വേറെ പിള്ളേരായിട്ട് എന്തെങ്കിലും പിയർ പ്രഷർ എന്ന് പറയും, അങ്ങനത്തെ ഒരു പ്രഷർ കാരണം, അല്ലെങ്കിൽ കളിയിലോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ അതൊരു ഡിപ്രഷനായിട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആൾ കോളേജിൽ പോകുന്നു, കോളേജിലും ഇതേപോലത്തെ സിറ്റുവേഷൻസ് വരുന്നു, അവിടെയും ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പഠനം കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ജോലി കിട്ടാതെ കുറേ ആൾക്കാർ ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒരു ഡിപ്രഷൻ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ലേറ്റൊക്കെ ആവുമ്പോൾ വീണ്ടും അത് ആൾക്കാർക്ക് ഡിപ്രഷൻ കോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു അമ്മ പ്രഗ്നൻ്റായി, അപ്പോൾ ആൻറ്റിനേറ്റൽ ഫേസിലും നമുക്ക് ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട്. അതേപോലെ കുട്ടി ജനിച്ചു കഴിഞ്ഞ ശേഷം ഒരു ഡിപ്രഷനാണ് പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതേപോലെ ആ അമ്മ ഒരു 45 വയസ്സാകുമ്പോൾ, ഒരു മെൻസ്ട്രൽ ഇതൊക്കെ കഴിയുമ്പോൾ, മെനോപാസ് വരുമ്പോൾ ആ ഫേസിൽ ഒരു ഡിപ്രഷൻ വരുമെന്നാണ് പറയുന്നത്. അതേപോലെ വയസ്സായി കഴിഞ്ഞ് ഒരു 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ വരുന്നത്, അതായത് ജീറിയാട്രിക് ഡിപ്രഷൻ. അതും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കൂടുതൽ ജീറിയാട്രിക് പോപ്പുലേഷനാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഫേസിലും ഒരു ഡിപ്രഷൻ കണ്ടുവരുന്ന പറയുന്നത് അത് ജീറിയാട്രിക് ഡിപ്രഷനാണ്. സോ ഇത് നോർമലായിട്ട് നമ്മൾ ജനനം തൊട്ട് മരണം വരെ ഡിപ്രഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വരാറുണ്ട്. അത് നമ്മൾ എല്ലാ ഫേസിലും നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. Depression. It just eats you up from the inside out. It's like a monster inside your head that takes all. The worst thing is to know that my family and friends were doing all they could, yet I still felt so lonely. Anything that was said to me, I managed to turn into a bad thing. I was literally my own worst enemy.
I would come home and feel so exhausted from all of the voices in my head that I would just sleep to block it all out. I didn't want to wake up because living was a nightmare. I felt sick with the fear of nighttime because that's when the voices got even louder. I would get so frustrated because it seemed impossible to sleep, as if insomnia and depression go hand in hand. I knew I needed help, but asking for it just made me feel like a burden. I wanted to be free of medicines, doctors, counselors, hospitals, and negative thoughts. I felt as if I had lost myself and wouldn't ever be the same again. I had no motivation to do anything because I couldn't see a future for myself. Anxiety caused me to believe everyone was faking their love for me. Cheer up was the worst thing anyone said to me. Those two words triggered thousands of horrible thoughts, and I was beating myself up for not hiding how I felt well enough from everyone around me. I wanted everyone to know how I felt, but I didn't dare to tell them. Eventually, I just isolated myself in my room because no contact with people meant nothing could go wrong. Surely, at the moment, I rely on medication and I'm grateful to have it because I know it has really helped me. At the same time, I balance the wish that I could be free of it with the fear that it might lead to a relapse. The scariest thing about my whole recovering process is that the only person who can truly help me is me. I have learned to change my thought processes and stop bullying myself. It's a habit that's been hard to break, but I know I have made some positive changes. 2018 was a roller coaster ride, and admittedly, one with more lows than highs. I feel I have been to hell and back, but would I change what I have been through? If I was to be totally honest, I don't think I would. That doesn't mean that depression is a good thing, because it definitely isn't. But I believe you must turn your negative experiences into positive ones if you can. If I hadn't been through these things, I wouldn't have learned that the most important thing in life is to be happy. I have now received all of my university offers to study business, and I can now see a future. I hope to build a career in something that I love, something that will make me happy, not focusing on what others want from me. If I was asked to give one piece of advice to others who are struggling, it would be not to suffer in silence. There are people out there who have been through everything that you are experiencing and have come out on the other side. In fact, their experiences have made them who they are today. It may seem impossible to overcome, but believe me, you will get there. You shouldn't feel guilty for feeling the way you do, because depression is an illness like any other. It isn't any more self-centered than having a broken leg. I was always told to show myself the same respect and concern that I would show for others. We are so accepting of other parts of our bodies breaking. Why can't we be that way about our minds too? Struggling with depression can be really hard, but there is support available. So come out of your depression. Depression is a mental illness. It should be differentiated from sadness. Depression characterized by feeling low self-esteem, crying spells, suicidal thoughts, feeling of hopelessness and helplessness. Remember that depression is a disorder and it always requires professional help to overcome it. So if you feel that you have changed or if you have the above mentioned symptoms, it is better you contact a psychiatrist who will be able to assess you, and depending upon the severity of depression will be able to give you the treatment, which could be medications or counseling or therapy that you call.
Apart from this, there are many other ways with which you can maintain positive mental health. That is by following a regular schedule every day, maintaining exercises, regular physical exercise that keeps your physical health at priority. Third, by eating healthy, nutritious food. Fourth, by following a systematic program and daily scheduling. Fifth, by creating a hobby and leading a healthy lifestyle and staying away from substance usage like alcohol, nicotine, cannabis, and others. Thank you.